ഹലോ ഗായ്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് കറിയാണ്. ഓനെ നടുവിൽ ഇങ്ങനെ വെട്ടണം. എൻ്റെ പൊന്നോ, എന്നാ കനവെൻ്റെ തൊലിക്ക്. അതിനങ്ങോട്ട് വട്ടത്തിൽ പൊളിക്കണം അങ്ങോട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു കുടലുണ്ട്. ആ കുടല് നൈസായിട്ട് ഇങ്ങനെ വലിച്ചാൽ പോരും. ഇവിടെ പാടാ. ഉഫ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ കരളൊക്കെ നമ്മളിങ്ങനെ പറിച്ചിങ്ങനെ എടുത്ത് മാറ്റണം. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറിച്ചെടുക്കാൻ ഭയങ്കര പണിയാണേ. ഒരു കുടലും കൂടി ഉണ്ട് കണ്ടോ. ഇവനെ നമുക്കൊന്ന് കഴുകാം. ഹോയ് 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 ഹോയ്. നല്ലോണം അങ്ങനെ കഴുകാൻ എടുക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി വേസ്റ്റൊക്കെ ഉണ്ടാവും. അവിടെ കിട. ഇനി ഇവരെ നമുക്കൊന്ന് തിരിച്ച് കിടത്താം. കൂതിന ചെത്തിക്കളയണം. ഈ സാധനം ഞങ്ങൾ കഴിക്കാറില്ല, അത് ചെത്തിക്കളയാറാ പതിവ്. മരുന്ന് കൊടുത്തിട്ട് എൻ്റെ കഴുത്ത് നോക്കി വെട്ടാം. ഓ ഓ ഓ ഓ കത്തിക്ക് നല്ല മൂർച്ച വേണേ, ഇല്ല ഭയങ്കര പണി. പ്രത്യേകിച്ച് തറവിനെ കട്ട് ചെയ്യുക. പിന്നെ കാല് നോക്കി വെട്ടാം. എനിക്ക് ഏറ്റവും ഇഷ്ടം കാലാണ്. നിങ്ങൾക്ക് മുറിച്ച് എന്നിട്ട് പിന്നെ കുറച്ച് ചൊറുക്കൊഴിച്ച് കഴിയണേ താറാവിനെ, ഇല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. ചൊറുക്കൊഴിച്ച് നല്ലോണം കഴുകാൻ പോവുക, ആ സ്മെല്ലൊക്കെ അവിടെ പോകും. കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയാണ്ട് കഴിയാൻ മതി. കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിട്ടൊന്ന് തിരുമ്മിയാൽ നല്ലതായിരിക്കും. ഓഹോ 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 ഓഹോ. ഇനി പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്ന് കഴുകി കാണാം, വൃത്തിയാക്കി എടുക്കാൻ നമുക്ക്. സുന്ദര കുട്ടപ്പനാക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. തേതാരൂ തകതക തേതാരൂ. അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയാക്കിയിട്ടുണ്ട്. സവാള നൈസായിട്ട് കട്ട് ചെയ്യുകയാണ്. സവാള, ഇഞ്ചി, തക്കാളി, പച്ചമുളക്. നൈസായിട്ടാണ് കട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി അടപ്പത്ത് വെച്ച് വേവിച്ചിട്ട് വരാം. ഇതിലേക്ക് ഇനി വേണ്ടത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മുളക്. ഇത് മൂന്നും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി വേവിച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ട് എത്ര മിനിറ്റ് വേവിക്കണം? 2-3 അടി അടിക്കണം. അപ്പോൾ ഇനി നമുക്കിത് വേവിക്കാം, ഒരു 3 വിസിൽ. ഓക്കെ. നമ്മുടെ ഉള്ളി, തക്കാളി, വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം.
നമുക്ക് ചുവന്നതിന് നന്നായിട്ട് ചെയ്യുന്നത് ഒരു 12 എന്നിട്ട് 2-3 പച്ചമുളക് അതിലേക്ക് കഴിയും വാഴ കുരുമുളക് പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് വരേണ്ടതാണ്. ഒരു 1.5 ടീസ്പൂൺ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ വരുന്നത് വെള്ളം ആഡ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് ഇടുന്നത് അപ്പൊ അതിൽ അതിനുള്ള വെള്ളം നമ്മൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നല്ലൊരു വലിയൊരു കട്ട് ചെയ്തെടുക്കും. ഒരു ഉരുളക്കിഴങ്ങാണ് ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യും. ഒരു മുറി തേങ്ങ 10-25 കാഷ്നട്ട് കുറച്ച് വെള്ളം നമുക്ക് ഇത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാലെടുത്ത് മോനെ ഇതിലേക്ക് സാധാരണ ആഡ് ചെയ്യാം. കുറച്ച് വേവട്ടെ കുറച്ച് വേവണം. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഫ്ലെയിം തീ ഒന്ന് ഓഫ് ചെയ്യാവേ. കാഷ്നട്ട് തേങ്ങ കൂടിയുള്ളത് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ ചൊറുക്കേക്കിട്ട് കഴിയില്ലേ, അതൊക്കെ താറാവിന്റെ ഒരു സ്മെല്ലില്ലേ, അതൊക്കെ പോകാൻ വളരെ നല്ലതാണ്. താറാവിനൊക്കെ മേടിക്കുന്ന ചൊറുക്കേക്ക് നീങ്ങനെയുള്ളത് നമുക്ക് താഴ്ച ഒഴിക്കുക. ഓക്കെ, ചുവന്നുള്ളിട്ട് നമ്മൾ മുമ്പിൽ താളിച്ച് വെച്ചത് നമ്മുടെ താറാവിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തത് നമുക്കൊന്ന് ഇളക്കാം. താറാവരെ ഉണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഞാനത് പറയല്ല, അല്ല സൂപ്പറായിരുന്നു. കാരണം